Hello, hi, I am Mr. Creator and welcome to 50 Days of Indian Dropshipping. ഡ്രോപ്പ് കുറിച്ചുള്ള ഒരു എ ടു സെറ്റ് സീരീസ് ആണ് ഈ 15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെതായ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാനായി ക്രിയേറ്റ് ചെയ്തൊരു കോഴ്സാണ് ഈ ഒരു സംഭവം. അപ്പോൾ അതിന് കടക്കുന്നതിനേക്ക് മുമ്പ് ഈ ഒരു വീഡിയോ സീരീസ് ആർക്കുള്ളതല്ല എന്ന് ഡയറക്റ്റ് പറഞ്ഞിരിക്കാം. 3 ദിവസം കൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കാം ഈ ഒരു ബിസിനസ് മോഡൽ ഉപയോഗിച്ച് എന്നൊരു ചിന്താഗതിയുമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നിർത്താവുന്നതാണ്. ഈ ഒരു വീഡിയോ സീരീസ് നിങ്ങൾക്കുള്ളതല്ല. രണ്ടാമതായിട്ട്, നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷേ അതിൻ്റെ മാർക്കറ്റിങ്ങിനോ അതിൻ്റെ ഒരു സ്കെയിലപ്പ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ഫേസിനായിട്ട് നിങ്ങൾക്ക് ₹1 പോലും ചിലവാക്കാൻ താല്പര്യപ്പെടാത്ത വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. കാരണം ഈ ഒരു വീഡിയോ സീരീസ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതല്ല. ഇനി ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ബാക്കി കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഫസ്റ്റ്, എന്താണ് ഡ്രോപ്പ് ഷിപ്പിംഗ്? ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത് ഒരു ഇ-കൊമേഴ്സ് ബേസ്ഡ് ബിസിനസ് മോഡലാണ്. ഈ ബിസിനസ് മോഡലിന് ബാക്കി ഇ-കൊമേഴ്സ് ബിസിനസ് മോഡലുമായിട്ട് ബന്ധപ്പെടുമ്പോൾ വലിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങളുടെ കയ്യിൽ ഒരു തരത്തിലുള്ള സ്റ്റോക്സോ അല്ലെങ്കിൽ ഇൻവെൻറ്ററിയോ കീപ്പ് ചെയ്യേണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഫോർ എക്സാമ്പിൾ, നമുക്ക് ഈ പ്രോസസ്സ് എങ്ങനെയാണെന്ന് കുറച്ചും കൂടി സിംപ്ലിഫൈ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങളുടെ വെബ്സൈറ്റിൽ വന്ന ഒരു കസ്റ്റമർ നിങ്ങളുടെ പ്രോഡക്റ്റ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്യുകയാണ് വിചാരിക്കുക. ആ പർച്ചേസ് ചെയ്യുമ്പോൾ ആ കസ്റ്റമറിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഡീറ്റെയിൽസും ഏത് പ്രോഡക്റ്റാണ് പർച്ചേസ് ചെയ്തതും എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ സപ്ലയർക്ക് അയച്ചു കൊടുക്കുന്നു. ഈ സപ്ലയർ നിങ്ങളുടെ പേരിൽ ആ പ്രോഡക്റ്റ് ഈ പറഞ്ഞ അഡ്രസ്സിലുള്ള കസ്റ്റമറിന് ഷിപ്പ് ചെയ്ത് കൊടുക്കും. ഈ ഷിപ്പ് ചെയ്ത് കൊടുത്ത പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്നൊരു പ്രോഫിറ്റ് മാർജിൻ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്രോസസ്സ് കേൾക്കുമ്പോൾ വളരെ എളുപ്പമായി തോന്നാം, പക്ഷേ അത്ര എളുപ്പമല്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വാസ്തവം. ഇനി രണ്ടാമതായി, നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് കിടക്കാം. ഈ ഒരു ബിസിനസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട ബേസിക് റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്, ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ. അത് നിർബന്ധമാണ്. നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് പലരും പറയുമെങ്കിലും അതിൽ ഒരു തരത്തിലുള്ള സത്യവും ഞാൻ കാണുന്നില്ല. കാരണം എന്ന് വെച്ചാൽ, മൊബൈലിൽ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്കുള്ള പ്രോസസ്സാണ്. ഓരോരോ ടാബുകൾ ഓപ്പൺ ആക്കുക, ആ ടാബിൽ നിന്ന് പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അലക്കേറ്റ് ചെയ്യുക, അങ്ങനത്തെ കുറേ ടാസ്കുകൾ, ആഡ്സ് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊക്കെ പാടെ മൊബൈലിൽ സാധ്യമല്ല. ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ടാവുന്നത് ഏറ്റവും നല്ലതായിരിക്കും എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. രണ്ടാമത്, നല്ല ഹൈ സ്പീഡ് ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉള്ളത് എന്തുകൊണ്ടും നിങ്ങളുടെ ഒരു ബിസിനസ്സിന് അത്യാവശ്യമായ കാര്യമായി വരും ഭാവിയിൽ. ഇപ്പം തുടങ്ങുമ്പോൾ എന്ത് വന്നാലും ഒരു നല്ലൊരു ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം എന്നാണ് എൻ്റെ ഒരു സജഷൻ. മൂന്നാമത്തത്, പുതിയ സ്കില്ലുകൾ പഠിക്കാനുള്ള ഒരു താല്പര്യം. ഈ ഒരു സംഭവം ഇല്ലാതെ ഈ ഒരു പ്രോസസ്സ് ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്നാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പഠിച്ചൊരു സംഭവം. അതുകൊണ്ട് തന്നെ പറയണത്, ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ബിസിനസ് മോഡൽ ചെയ്യണമെങ്കിൽ പല തരത്തിലുള്ള സ്കിൽസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടി വരും. അതും നിങ്ങൾ ഒറ്റയ്ക്കാണ് ഈ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായി വേണ്ടും നിങ്ങൾക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെ ഒക്കെ പുറത്ത് കിട്ടും. അങ്ങനെയാണ് നിങ്ങൾക്ക് ക്യാഷ് ഇറക്കി അങ്ങനത്തെ ആൾക്കാരെ കണ്ടുപിടിച്ച് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കത് മിടുക്കാണ്. ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരൊക്കെ സ്കിൽസ് നിങ്ങൾ പഠിച്ചെടുക്കാൻ തയ്യാറാവണം. അവിടെയാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. മൂന്നാമത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. എന്തൊക്കെ സ്കിൽസാണ് നിങ്ങൾ പഠിച്ചെടുക്കേണ്ടി വരിക? ഒന്ന്, ഡിസൈനിങ്. നിങ്ങളുടേതായ വെബ്സൈറ്റിന് ആവശ്യമായ ബാനേഴ്സ് കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിന് ആവശ്യമായ വീഡിയോസ്, ജിഫ്സ് കാര്യങ്ങൾ, ലോഗോ കാര്യങ്ങൾ, ഇങ്ങനത്തെ എല്ലാ തരത്തിലുള്ള, പിന്നെ സോഷ്യൽ മീഡിയയ്ക്ക് ആവശ്യമായ പോസ്റ്റേഴ്സ് കാര്യങ്ങൾ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ജനറേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അത്യാവശ്യം ഡിസൈനിങ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ക്യാൻവയെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. രണ്ടാമത്തത്, ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ. ഇതിൽ ഏറ്റവും കൂടുതൽ സംശയം തോന്നുന്നത്, വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ കോഡിങ്ങൊക്കെ പഠിച്ചിരിക്കേണ്ടേ എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഏറ്റവും ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ബിൽഡറാണ് ഷോപ്പിഫൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറ്. അപ്പോൾ ഷോപ്പിഫൈ വെച്ചിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു സീരീസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡ്രോപ്പ് ഷിപ്പിംഗ് പ്രോസസ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. ഷോപ്പിഫൈവിൻ്റെ ഒരു ബേസിക്സ് കാര്യങ്ങളെങ്കിലും നിങ്ങൾ അറിയാൻ ശ്രമിച്ചിരിക്കണം. അതെന്തായാലും ഞാൻ പറഞ്ഞു തരും, അതറിയാൻ നിങ്ങൾ ശ്രമിച്ചിരിക്കണം എന്നതാണ് രണ്ടാമത്തത്. മൂന്നാമത്തെ സ്കിൽ എന്ന് പറയുന്നത് അഡ്വർടൈസ്മെൻറ്റ്സ് അല്ലെങ്കിൽ ആഡ്സ് റൺ ചെയ്യാനുള്ള ഒരു മാർക്കറ്റിങ്ങിൻ്റെ സ്കിൽസ്. ഈ ഒരു സ്കില്ലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. ഞാനത് പഴയ 15 ദിവസത്തെ സീരീസിൽ ഞാനത് ഓരോന്നായി ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. കൂടുതലായ കാര്യങ്ങളൊന്നും 15 ദിവസം കൊണ്ട് പറയാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. നാലാമത്തത്, വീഡിയോ എഡിറ്റിംഗ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ആഡുകൾക്ക് പോസ്റ്റേഴ്സിനെക്കാട്ട് കൂടുതൽ വീഡിയോസ് കാര്യങ്ങളുമാണ് കുറച്ചും കൂടി ഹുക്കിംഗ് ആവുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഓൺലൈനിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിൽ നിന്നോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് പഠിച്ചേ
പഠിച്ചിരുന്നാൽ നല്ലത് എന്നാണ് ഞാൻ പറയുന്നത്. 4ാമത്തെ സ്കിൽ. ഈ 4 സ്കില്ല് അറിയാനുള്ള അറിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ നല്ലത്, അറിയാത്തവരാണെങ്കിൽ അത് പഠിക്കാനുള്ള ഒരു താല്പര്യം കാണിക്കണമെന്നാണ് എൻ്റെ ഭാഗത്തുള്ള ഒരു അഭ്യർത്ഥന. നിങ്ങൾ യൂട്യൂബിൽ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടാകും. 3 ദിവസം കൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കാം, ഡ്രോപ്പ് ഷിപ്പിംഗ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ കോടികൾ സമ്പാദിക്കാം. ഇതിലൊക്കെ എന്തോ ഒരു ഫാക്റ്റ് ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുക തീരെ ഫാക്റ്റ് ഇല്ല എന്നാണ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ പിന്നിൽ അവർ എത്രമാനം കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ എത്രമാനം ഫെയിലിയേഴ്സ് ഫേസ് ചെയ്തിട്ടുണ്ട് എന്നത് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം. കാരണം ഒരാൾക്ക് 3 ദിവസം കൊണ്ടൊന്നും ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി കോടീശ്വരനോ അല്ലെങ്കിൽ 3 ദിവസം പോട്ടെ ഒരു 30 ദിവസം എടുത്താൽ പോലും അതിൻ്റേതായ സ്കില്ലുകളും കാര്യങ്ങളും ഒന്നുമില്ലാതെ തന്നെ ആ സാധനം അത്ര ഒരു സക്സസ്ഫുൾ ലെവലിലേക്ക് എത്താൻ പറ്റും. കാരണം ബിസിനസ് എന്ന് പറയുന്നത് ഭയങ്കര ഹാർഡ് പ്രോസസ്സാണ്. ആ ഹാർഡ് പ്രോസസ്സിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ അതിൻ്റേതായ തയ്യാറെടുപ്പും അതിൻ്റേതായ ഹാർഡ് വർക്കും അതിൻ്റേതായ ഫെയിലിയേഴ്സും നിങ്ങൾ ഫേസ് ചെയ്യും. അത് റെഡി ആവുക എന്നതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം. ആ സീരീസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ റെഡി ആയിരിക്കണം. എന്നാലേ ആ സീരീസിലേക്ക് കടന്നിട്ട് നിങ്ങൾക്കൊരു പ്രയോജനം ഉണ്ടാവുകയുള്ളൂ, എനിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിലൊരു പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. ഇനി ചില വീഡിയോസിൽ കാണുന്ന വേറൊരു ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ കുറിച്ചുള്ള ഒരു നെഗറ്റീവ് ഫാക്ട്സ് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. 3000 രൂപ കൊണ്ട് നിങ്ങൾക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് തുടങ്ങാം, അല്ലെങ്കിൽ 5000 രൂപ കൊണ്ട് നിങ്ങൾക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് തുടങ്ങാം. വേണ്ട പോട്ടെ, 10,000 രൂപ കൊണ്ട് നിങ്ങൾക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് തുടങ്ങാം, എന്നിട്ട് നിങ്ങൾക്ക് സക്സസ് ആവാം എന്ന് നിങ്ങളോട് പല വീഡിയോസും പറയുന്നുണ്ടാകും. എന്നാൽ ഇതിലൊക്കെ ഒരു ചതിയുണ്ട്. കാരണം ഇത് ഒരിക്കലും നടക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗിൽ ഈ ഒരു സംഭവം നടക്കുന്നതേയല്ല. കാരണം എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു സിമ്പിൾ കാര്യമാണ്. ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് മോഡലിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്നൊരു സംഭവമാണ് ക്യാഷ് ഓൺ ഡെലിവറി എന്നുള്ള പറഞ്ഞ സംഭവം. ഈ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്തിട്ട് ക്യാഷ് ഓൺ ഡെലിവറി സാധനം കസ്റ്റമർ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആ സാധനം പ്രൊഡക്റ്റ് ഡെലിവർ ചെയ്ത് കഴിഞ്ഞ് ആ ക്യാഷ് ഓൺ ഡെലിവറിയിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്താൻ തന്നെ ഏകദേശം ഒരു 15-20 ദിവസത്തിൻ്റെ ഒരു ഗ്യാപ്പ് ഇടയ്ക്ക് വരാം. അപ്പം ഈ ഒരു 15 ദിവസം കൊണ്ട് നിങ്ങളുടെ ബിസിനസ് നേരാവണ്ണം റൺ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ കയ്യിൽ കുറച്ച് എമൗണ്ട്സ് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് 5000 രൂപ കൊണ്ടോ 3000 രൂപ കൊണ്ടോ 10,000 രൂപ കൊണ്ടോ നിങ്ങൾ ഈ ഒരു പ്രോസസ്സിന് ഇറങ്ങിത്തിരിക്കരുത്. അത്യാവശ്യം എത്ര എമൗണ്ട് വേണമെന്നുള്ള സ്ട്രക്ചറൽ ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഡൗൺ ഞാൻ ഈ ഒരു സീരീസിൻ്റെ ഭാഗമായിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത്രയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു ഞാൻ. എന്നിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് പ്രോസസ്സ് ചെയ്തു കൊള്ളാം അല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഒരു സക്സസ്ഫുൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ്സറായി മാറാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസുമായി ഞാൻ വരുന്നതുവരെ ഒന്ന് കാത്തു നിൽക്കുക. അപ്പോൾ കൂടുതൽ വീഡിയോസുമായി അധികം വൈകാതെ തന്നെ ഞാൻ വരുന്നതായിരിക്കും.